നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രവാസികൾ നിർബന്ധമായും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് യുഎഇയിലെ തൊഴിൽ നിയമത്തിൽ പുതിയ ഭേദഗതിയുമായി മനുഷ്യവിഭവ എമറൈറ്റൈസേഷൻ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. പുതിയ ഭേദഗതി പ്രകാരം തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള കരാർ ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമായിരിക്കണം എന്നതാണ്. കരാർ കാലയളവ് തീരുന്ന മുറയ്ക്ക് ഇരുവിഭാഗത്തിനും സമ്മതമാണെങ്കിൽ വീണ്ടും നീട്ടാം. ഇങ്ങനെ കരാർ പുതുക്കാവുന്ന കാലയളവിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. ഈ വർഷം ഫെബ്രുവരി മുതൽ നിലവിൽ വന്ന പുതിയ തൊഴിൽ നിയമത്തിലാണ് പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിൽ സന്തുലിതത്വം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭേദഗതി. രാജ്യത്തെ തൊഴിൽ മേഖലയുടെ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുക, യുഎഇയുടെ സാമ്പത്തിക മേഖലയിലെ മത്സരക്ഷമത കൂട്ടുക എന്നിവ ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെടും. രാജ്യത്തിന്റെ അടുത്ത 50 വർഷത്തെ വളർച്ച മുന്നിൽ കണ്ടുള്ള ഭേദഗതികളാണ് തൊഴിൽ കരാറുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വരുത്തിയിരിക്കുന്നതെന്ന് മനുഷ്യവിഭവ എമറൈറ്റൈസേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അവാർ അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ മേഖലയെ കൂടുതൽ ആകർഷകമാക്കാനും അതിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും ഇതുവഴി സാധിക്കും. നീതിയുടെയും മനുഷ്യാവകാശത്തിന്റെയും അടിസ്ഥാനത്തിൽ വരുത്തിയ ഈ മാറ്റത്തിന് മുമ്പേ നടക്കാനുള്ള യുഎഇയുടെ ശ്രമത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ശക്തിപ്പെടുത്താനും തൊഴിലുടമ ബന്ധത്തിൽ വരുത്തിയ മാറ്റം സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിലവിൽ 2-3 വർഷത്തേക്കാണ് സ്വകാര്യ മേഖലയിൽ തൊഴിൽ വിസ കരാർ ഉണ്ടാക്കുന്നത്. എന്നാൽ പുതിയ ഭേദഗതിയുടെ ഇക്കാര്യത്തിൽ മാറ്റം വരും. ഇതിനേക്കാൾ കുറവോ കൂടിയതോ ആയ കാലാവധിക്ക് തൊഴിൽ കരാറിൽ ഏർപ്പെടാനും പുതിയ ഭേദഗതി പ്രകാരം ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ തൊഴിൽ കരാർ പാടുള്ളൂ. അതെത്ര വേണമെന്ന കാര്യം തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും പരസ്പര ധാരണയോടെ തീരുമാനിക്കാവുന്നതുമാണ്. ഇതോടെ റെസിഡൻസ് വിസ കാലാവധിക്ക് തുല്യമായ കാലയളവിലേക്ക് തൊഴിൽ കരാർ ഉണ്ടാക്കുന്ന അവസ്ഥയ്ക്ക് ഇതോടെ മാറ്റം വരും. റെസിഡന്റ് വിസ കാലാവധി പരിഗണിക്കാതെ അതിനേക്കാൾ കുറവോ കൂടുതലോ കാലയളവിലേക്ക് തൊഴിൽ കരാറിൽ ഏർപ്പെടാനാകും. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് പുതിയ ഭേദഗതി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.